Soumya, good afternoon. Good afternoon, sir. Good afternoon, sir. Sangeeta, Shamima, good afternoon. Vijay, good afternoon. Vinisha, good afternoon. Safida, good afternoon. Good afternoon, sir. Nivya, good afternoon. Yes, who is doing prayer? Ammu, good afternoon. Sajida, good afternoon. Sir, prayer ഞാൻ ചെയ്യാം. Soumya, good afternoon. Yes, Prayer. ആരാണ് prayer? ഞാൻ ചെയ്യട്ടെ സർ. Okay, Soumya, continue. അഖിലാണ്ട മണ്ഡലമണിച്ചൊരു അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളീലം സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയം സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആതുര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയം ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി ഒരു ജാതി ഒരു ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട നായക തവ തീരുമുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി തൃഷ്ണകളാകവെ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെത്തേഴും ആനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon. പഴയകാല ഓർമ്മകളൊക്കെ വരുന്നു സൗമ്യ പാട്ട് കേൾക്കുമ്പോൾ. Yes, then thought of the day. Thought of the day, Anand, sir. Okay, Safida.
ഓവർ തിങ്കിങ് ഈസ് കിൽസ് യുവർ ഹാപ്പിനെസ്. അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളെ സന്തോഷത്തെ നശിപ്പിക്കും. അമിതമായ ചിന്ത നമ്മളെ വർത്തമാന സമയത്ത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളെ വർത്തമാന സമയത്ത് ആസ്വദിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അമിത ചിന്ത ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകുന്നു. അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുകയും നിങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുകയും ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു സർ. അപ്പോ വെരി ഗുഡ്. അപ്പോ അമിതമായിട്ട് ചിന്തിക്കാതിരിക്കുക അല്ലേ സഫീദ? വിധി പോലെ വരുമെന്ന് വിചാരിച്ചാൽ മതിയാ സഫീദ? കൂടുതലൊന്നും ചിന്തിക്കാതെ അപ്പൊ വർത്തമാന സമയത്ത് നമ്മൾ ആസ്വദിച്ച് അതിനെ ജീവിച്ചാല് അതിനുള്ള നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ പോകുള്ളൂ. ചിന്തിച്ച് നമ്മൾ ഇതേ കഷ്ടപ്പെടണല്ലേ? രണ്ട് രീതിയിലുള്ള ചിന്തകളുണ്ട്. ഒരു മിനിറ്റ് ഉണങ്ങിയിട്ട് ഒന്ന്, നമ്മൾ വിശ്വസിക്കുന്നത് വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഫേറ്റ്. നമ്മളാണ് നമ്മുടെ വിധി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. വിധി പോലെ വരട്ടെ. അങ്ങനെ ഒരു ഇല്ലേ, ഒരു ഈഡിപ്പസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച്, ഈഡിപ്പസ് എന്ന് പറഞ്ഞ ഗ്രീക്കിലെ ഒരു ആളെ കുറിച്ച് കേട്ടോ? ഈഡിപ്പസ് എന്ന കഥാപാത്രത്തെ കുറിച്ച് അത് കേട്ടിട്ടില്ല? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് കേട്ടിട്ടുണ്ട്? സുറുമി കേട്ടിട്ടുണ്ട്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് കേട്ടിട്ടുണ്ട്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ സഫീദ. കാരണം എന്താണ്? പൊതുവെ ആൺകുട്ടികൾക്ക് അമ്മയോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ടാകും. പൊതുവെ ആൺകുട്ടികൾക്ക് അമ്മയോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ടാകും. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ഇഷ്ടമില്ലെന്നല്ല, ഇഷ്ടമൊക്കെയാണ്. എന്നാലും ഒരു പൊടിക്ക് നെല്ലടക്കത്ത് കൂടുതലേ? ശരിയാണ്. യെസ്, ഞാനത് ഇഷ്ടമില്ല എന്നല്ല പറയണത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അച്ഛനോട് ഇഷ്ടക്കൂടുണ്ടാകും. അതങ്ങനെ വരും. നിങ്ങളൊരു പക്ഷെ മോളെ തല്ലാൻ പോയിക്കഴിഞ്ഞാലും അച്ഛൻ കയറി പട്ടുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് പട്ടുന്നത്. യെസ് അല്ലേ? അപ്പൊ അതങ്ങനെ വരും. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തേന് വേറെ പേര് പറയും, മറന്നുപോയത്. യെസ്. അപ്പൊ അതിന്റെ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് ഈ ഒരു ഇഷ്ടം. ഒരു 3 to 6 വരെയൊക്കെ പെൺകുട്ടികൾക്ക് അച്ഛനോട് കൂടുതൽ സ്നേഹം, ആൺകുട്ടികൾക്ക് മാതാവിനോട് അട്രാക്ഷൻ ഉണ്ടാവും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. യെസ്, കറക്റ്റാണ്. അത് കഴിഞ്ഞൊക്കെ തന്നെയൊക്കെ പോകും. യെസ്, അങ്ങനെ ഇലക്ട്ര കോംപ്ലക്സ്. ഓക്കെ ശരിയാണ് കേട്ടോ സൗമ്യ. യെസ്, ഓക്കെ ഞാൻ പേര് പറഞ്ഞു. യെസ്. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പേര് തന്നെ, ഈഡിപ്പസ് എന്ന് പറയുന്ന ഒരു ആളുണ്ട് ഗ്രീക്കില്. സോഫോക്ലിസ് എന്ന് പറയുന്ന ഒരു BC ജീവിച്ചിരുന്ന ഒരു യവന ചിന്തകനെ എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്നത്, ഈഡിപ്പസ് രാജകുമാരൻ. അപ്പോ ആ ഈഡിപ്പസ് രാജകുമാരന്റെ കഥയിൽ പറയുന്നുണ്ട്, ഈഡിപ്പസ് രാജകുമാരന്റെ കഥ വായിച്ച് വിധി പോലെ തന്നെ വരുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു കഥ അത് പറയുന്നത്. ഞാൻ ചോദിച്ചതാണ് നേരത്തെ നമ്മുടെ ഇന്നത്തെ ഇതുപോലെ പറഞ്ഞില്ലേ, ഈ ഒന്നിനെ കുറിച്ചും അമിതമായി ചിന്തിക്കാതിരിക്കാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. യെസ്, രണ്ട് രീതിയിൽ ചിന്തിക്കാം. വിധി പോലെ വരും. രണ്ട്, വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഫേറ്റ്. അല്ല സാർ, ഞാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും പോകില്ല. അല്ലാതെ ഈ സയന്റിസ്റ്റുകളും ഇതൊക്കെ അവരൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഓരോ കിട്ടുന്നത്. പഠിക്കേണ്ടി വരുന്നത് അല്ലേ? യെസ്, ഓക്കെ. ഞാൻ ഒരിക്കല് ഐസക് ന്യൂട്ടനെ കുറിച്ച് സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഐസക് ന്യൂട്ടൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പുള്ളി അതെല്ലാം കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്
കടലാസിന്റെ ഇതിന് മേശപ്പുറത്ത് വലിച്ചു വാരി കഴിയരുത്. ഇഷ്ടംപോലെ കണ്ടുപിടുത്തത് ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് വേറെ ചില സംഗതികൾ കാണുമല്ലോ. പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കി എക്സ്പെരിമെന്റ് പിന്നെ ചെയ്യാനുള്ള രീതിയിൽ മാറ്റി ഉണ്ടാക്കുന്ന ധാരാളം മാനുസ്ക്രിപ്റ്റുകളാണ് അത് മേശപ്പുറത്ത് കാണുന്നത്. ഐസക് ന്യൂട്ടന് ചെറിയൊരു പട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര കുസൃതിയായിട്ടുള്ള പട്ടി. ഇത് മുറിയിലൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഐസക് ന്യൂട്ടൻ പുറത്തു പോയപ്പോൾ ഐസക് ന്യൂട്ടനെ കാണാതെ വിഷമിച്ച പട്ടി എന്ത് ചെയ്തു? ഈ മേശയുടെ മുകളിലേക്ക് ചാടി കയറി കഴിഞ്ഞപ്പോ അവിടെ കത്തിക്കൊണ്ടിരുന്നൊരു മെഴുകുതിരി ഉണ്ടായിരുന്നു, അത് വിളക്ക്, അതൊന്ന് തട്ടിയിട്ടു. അങ്ങനെ ആ മാനുസ്ക്രിപ്റ്റ് മുഴുവൻ കത്തിപ്പോയി. യെസ്. പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഐസക് ന്യൂട്ടൻ കാണുന്നത് തന്റെ വർഷങ്ങളുടെ പ്രയത്നം മുഴുവനും എവിടെയാണ്? ചാരമായിട്ട് കിടക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഭാഗ്യോട്ട് ആ നായ്ക്കുട്ടിയോട് നന്ദി പറയണം, ഇല്ലെങ്കിൽ എന്തോരം പഠിക്കേണ്ടി വന്നേനെ ഐസക് ന്യൂട്ടനെ കുറിച്ച്. ഇപ്പൊ തന്നെ ഒന്നാം ചലനം 2ാം ചലനം ഇത് അവിടെ വരുന്നില്ല, ഇത് വേറെ വഴിക്ക് പോയേനെ. മുഴുവൻ പഠിക്കേണ്ട സമയങ്ങൾ. യെസ്. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്നാലൊക്കെ ചിന്തിച്ചോ, കുറച്ചൊക്കെ നമ്മൾ തന്നെയാണ് നമ്മുടെ വിധിയൊക്കെ സൃഷ്ടിക്കുന്നത്. നമ്മൾ എപ്പോഴും കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെട്ടില്ല. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതൊരിക്കലും അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് കാണില്ല. നോക്കി, അതിപ്പോ ഹിന്ദു പുരാണം എടുത്തു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലായിടത്തും ദൈവം മനുഷ്യരെ പരീക്ഷിക്കുന്നു. ദൈവത്തിന് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും, ആ വാക്ക് ശ്രദ്ധിക്കുക, ഫ്യൂച്ചറും അറിയാമെങ്കിൽ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. 2025 നവംബർ മാസം 5-ാം തീയതി 12/12 എന്ന് പറയുന്ന സമയത്ത് ജോബ് എന്ന് പറയുന്ന ഞാൻ MT40 പിള്ളേരെ പഠിപ്പിക്കും എന്നുള്ളത് ദൈവത്തിന് നേരത്തെ അറിയാലോ, കാരണം ഹി നോസ് ദ ഫ്യൂച്ചർ. യെസ്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ദൈവം പലപ്പോഴും പരീക്ഷിക്കുന്നുണ്ട്, ഇല്ലേ? അതാണ് എല്ലാ പുരാണങ്ങളിലും പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് അവരെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്നത് ചെയ്യൂ എന്നുള്ള കാര്യം അറിയാമെങ്കിൽ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് വരുന്നത്, ഒരു ദൈവവും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒരു അതിക്രമോ ഒരു കൊള്ളയോ ഒരു കൊലപാതകമോ ഒന്നും നടക്കില്ല. കാരണം ദൈവത്തിന് നേരിട്ട് ഇടപെട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. യെസ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്തതാണ് ആര്? ദൈവം, ഈശ്വരൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടാൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത് പേടി കൊണ്ടാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരോട് പറയാന് വിശ്വസിക്കുന്നത് ഭയം കൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ പണി കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈശ്വരനെ ഭയം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട് വിശ്വസിക്കുന്നു. യെസ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ പേടി കൊണ്ട് സ്നേഹിക്കല്ല, ഭയം കൊണ്ടല്ല, നിരമറിച്ച് ഇഷ്ടം കൊണ്ട് സ്നേഹിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ ഭയപ്പെട്ടിട്ടാണോ സ്നേഹിക്കുന്നത്, ശരിക്കുമുള്ള ഇഷ്ടം കൊണ്ടാണോ സ്നേഹിക്കുന്നത്? വരെ ആലോചിച്ച് നോക്കുക, ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. ഭയത്ത് കൊണ്ടിട്ടാണോ എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കൾ അനുസരിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടാണോ? യെസ്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇത് നേരത്തെ സബിക പറഞ്ഞ ചിന്തിച്ചു പോയാൽ ഒരു അന്തവും കിട്ടൂല, ഈ വഴിക്കാൻ കണ്ടു പോകും. ചിന്തിക്കാതിരുന്നാല നോക്കുക. യെസ്. ഓക്കെ സബിക, വന്നിരിക്കുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ തോട്ട് ഓഫ് ദ ഡേ സൈനിങ് ഓൺ. യെസ്. അപ്പൊ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിരുന്നു പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ പാർട്ടിസിപ്പിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു 2 രീതിയിലുള്ള പാർട്ടിസിപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നിനെ ഞാൻ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ ഞാൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറഞ്ഞു. തൽക്കാലം പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ മാറ്റി വെക്കണം, അവിടെ പിന്നീട് നോക്കില്ല. ആദ്യം നമ്മൾ ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു വേർഡിന്റെ കൂടെയും ING ചേർക്കാൻ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. ഗോ എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ഗോയിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്.
ടേക്ക് എന്ന വേർഡിന്റെ കൂടെ ing ചേർത്ത് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ടേക്കിംഗ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഏത് വേർഡിന്റെ കൂടെ ing ചേർത്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയാ? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുക. പ്രസന്റ് പാർട്ടിസിപ്പിൾ മനസ്സിലായാലും ing. റീഡിങ്, ലുക്കിംഗ്, ജമ്പിങ്, റൈറ്റിംഗ്, വാഷിംഗ്, അങ്ങനെ ഇഷ്ടം പോലെ വാക്കുകൾ നമുക്ക് ing ചേർത്ത് പറയാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞു 3 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. വെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. അതിൽ നമ്മൾ ing ചേർക്കുകയാണെങ്കിൽ പാസ്റ്റ് ടെൻസിനെ കൂടിയോ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കൂടിയോ ing ചേർക്കില്ല. ing എപ്പോഴും ഏത് ടെൻസിനെ കൂടിയോ വരുള്ളൂ? പ്രസന്റ് ടെൻസിന്റെ കൂടെ വരുള്ളൂ. വെൻഡിങ് എന്ന് പറയൂല. ഗോണുകളുടെ പാസ്റ്റ് വെൻഡല്ലേ, വെൻഡിങ് പറയും. അതുകൊണ്ട് വീട് നമ്മൾ കണ്ടിട്ടില്ല. ഗോണല്ലേ പാസ്റ്റ്, ഗോണിങ് എന്ന് പറയും ഇല്ല. എന്താ ചെയ്യുള്ളൂ? പ്രസന്റ് ടെൻസിനെ കൂടി എപ്പോഴും ing വരുള്ളൂ. ലുക്ക് എന്നുള്ളതിന്റെ കൂടെ ing വരും. ലുക്കിംഗ് എന്ന് പറയാം. ലുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ലുക്ഡ്. ലുക്ഡിങ് എന്ന് പറയൂല. യെസ്, അത് നമുക്കറിയാം. അപ്പൊ ഓൾവേസ് ing വരുന്നത് എപ്പോഴും ഏതിന്റെ കൂടെ ആയിരിക്കും? പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബിന്റെ കൂടെയാണ് ing വരും. അതൊന്ന് മനസ്സിലൊന്ന് ഫീൽ ചെയ്ത് വെക്കുക. ing എപ്പോഴും പ്രസന്റ് ടെൻസിന്റെ കൂടെ വരുള്ളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹയർ നിസ, ഷീ ഈസ് സ്റ്റഡിയിങ് ഫോർ ഹെയർ എക്സാം. അവൾ എന്ത് ചെയ്യാണ്? സ്റ്റഡി എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ എന്ത് വന്നു? ing. യെസ്, അപ്പൊ അത് പിടികിട്ടിയല്ല. വാട്ട് ഈസ് മീൻ ബൈ പ്രസന്റ് പാർട്ടിസിപ്പിൾ? ing ഉള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് പറയാ? പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അതൊന്ന് മനസ്സിലൊന്ന് ഫീൽ ചെയ്ത് വെച്ചു. അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് എടുക്കാം. ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ വേറൊരു വാചകം കൂടെ പറയുന്നു. യെസ്, ആ സംഗതി ഇതാണ്. ഷീ ഈസ് എ ഗുഡ് ലേഡി. ഷീ ഈസ് എ ഗുഡ് ലേഡി. ഞാൻ ഇവിടെ പറയുന്നു അവള് നല്ലൊരു പെൺകുട്ടിയാണ്. അവള് നല്ലൊരു പെൺകുട്ടിയാണ്. യെസ്. അപ്പൊ ഷീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണത്? സബ്ജക്റ്റ് ആണ്, അവൾ. ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം അത് നൗണാണ്, പേരാണ്. സ്ത്രീ എന്ന് പറയും, പേരാണ്, നൗണാണ്. അപ്പോ ലിനി തോമസ്, ജിനു. ഓക്കെ ലിനി, ഹൗ ആർ യു? Fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് ശബ്ദത്തിനെ കുറിച്ച് അതിനകത്ത്? അതെ, മൈക്ക് ഓൺ ഇത് വേറെ അമർത്തിയതല്ല. വെരി ഗുഡ്, നോ പ്രോബ്ലം, നോ. യെസ്. അപ്പൊ ലിനി, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. സിമ്പിൾ ആണ്. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. ലേഡി എന്ന് വരച്ചു കഴിഞ്ഞാൽ അതൊരു പേരാണ്, നൗൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഗുഡ് എന്തായിരിക്കും? നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആ ലേഡി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഗുഡ്, അല്ലേ? അഡ്ജക്റ്റീവ് ആണ് സാർ. അഡ്ജക്റ്റീവ് ആണ്. ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ലിനി, ഓക്കെ അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന വേർഡ്, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നാമവിശേഷണം എന്നാണ്. എന്നുവെച്ചാല് ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ലേഡി എന്ന് പറയുന്ന നൗണിനെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യണം. എങ്ങനെയുള്ള ലേഡി? ഗുഡ്, നല്ലവളായ ലേഡി. ജിനു ജോസ് നമ്മൾ പറഞ്ഞു, അതിന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇന്നസെന്റ് ജിനു ജോസ്, നിഷ്കളങ്കയായ ജിനു. അല്ല, അപ്പൊ ആ ജിനു എന്ന് പറയുന്ന പേരിനെ, നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് നമ്മൾ ഉപയോഗിച്ചൊരു വാക്കാണ് ഇന്നസെന്റ്, നിഷ്കളങ്കയായ നമ്മൾ പറയുന്നത്. യെസ്. നിഷ നമ്മൾ പറയുന്നു, നിഷ ഈസ് എ ബ്യൂട്ടിഫുൾ ലേഡി. നിഷ എങ്ങനെയുള്ളതാണ്? സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പൊ നോക്കി, അതിൻ്റെ അകത്ത് ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ് ആരെ വിശേഷിപ്പിക്കുന്നതാണ്? നിഷയെ വിശേഷിപ്പിക്കുന്നതാണ്. നിഷ ഒരു പേരല്ലേ? അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? അതിനെ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അപ്പൊ അത് മനസ്സിലായത്? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് മനസ്സിലായി? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ദിശ, വെരി ഗുഡ് ലിനി.
അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് പിടികിട്ടി, എവിടെയാണ് ആ സാധനം ഉപയോഗിക്കേണ്ടത് മനസ്സിലായി. ഓക്കെ, മേരി ദൃശ്യ. ഓക്കെ, ഞാനൊരു മലയാളത്തിലൊരു വാചകം പറയാം. ഞാൻ വേഗത്തിൽ നടന്നു. ഇതിന്റെ അകത്ത് അഡ്ജക്റ്റീവ് ഉണ്ടാകും. ഞാൻ വേഗത്തിൽ നടക്കുന്നു. നടന്നു. നടന്നു. ആ, വേഗത്തിൽ. ഓക്കെ, ഞാൻ പറയാം. ഞാൻ വേഗത്തിൽ നടന്നു. ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഐ വാക്ക്ഡ് ക്വിക്ക്ലി. ഇതാണ് വാചകം. ഞാൻ ചോദിക്കുന്ന സംശയം ഇതാണ്, ഇതിന്റെ അകത്ത് അഡ്ജക്റ്റീവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്വിക്ക്ലി ആണോ അല്ലെ? സംശയമാണ്. എന്നാലും ഉറപ്പിച്ചോ, ഏതൊക്കെ ഉറപ്പിക്കേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഞാൻ അതിന്റെ ശരിയിൽ ഇട്ടിട്ട് പോകുന്നില്ല, അവിടെ നിൽക്കട്ടെ കേട്ടാ. റാസ്മിന. ഓക്കെ സാർ, ഞാൻ ഇപ്പോഴാ കയറിയത്. അതൊന്നും പറയാൻ പാടില്ല. ഓക്കെ, ഐ വിൽ കം ടു യു. ഓക്കെ. നിഷ ബിജു പറയൂ. നിഷ ബിജു. യെസ്. ഷംന. ക്വിക്ലി. ക്വിക്ലിയാണ്. അപ്പോ മേരി ദൃശ്യം പറഞ്ഞ ക്വിക്ലിയാണ് അഡ്ജക്റ്റീവ് എന്ന് ഷംനയും ഉറപ്പിച്ചു അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. ഷംന. ഷാഫി. യെസ്. അബീന. സാർ, ഞാനൊരു ഡൗട്ട് ആഡ്വർബായി. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഇല്ലെന്നാണ് അല്ലെ അബീന പറഞ്ഞത്? ഇല്ല, നൗണിനെ വിശേഷിപ്പിക്കാനായിട്ട് അവിടെ ഒന്നും പറയുന്നില്ല. എങ്ങനെ വർക്ക് ചെയ്തു? ക്വിക്ലി. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഇത് കാണിച്ചത് കറക്റ്റ് ആണ്. യെസ്, നോക്കി മേരി ദൃശ്യ, ഇതിന്റെ അകത്ത് അഡ്ജക്റ്റീവ് ഇല്ല. സാർ, ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. നൗണിന്റെ വിശേഷിപ്പിക്കുമ്പോ അതിന്റെ അടുത്തല്ലേ വരണ്ടേന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് ക്ലിയർ ആയത്. ഞാൻ രണ്ടു ആലോചിക്കൂ എന്നൊക്കെ പറഞ്ഞതും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞ എവിടെയോ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് പാളിച്ച വന്നെന്നുള്ളത് മനസ്സിലായത്. ഗുണമെന്നാണ്. ഇനി ഒരിക്കലും മേരി ദൃശ്യം മറക്കില്ല. അതാണ് അതിന്റെ ഐ വാക്ക്ഡ് ക്വിക്ക്ലി. ഞാൻ വേഗത്തിൽ നടന്നു. ഓക്കെ ഷംന. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇപ്പൊ പുതിയ ചാപ്റ്റർ ആണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഡോണ്ട് വറി ഷംന. യെസ്, ഡോണ്ട് വറി, പുതിയ ചാപ്റ്റർ. ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഐ വാക്ക്ഡ് ക്വിക്ക്ലി. ഞാൻ വേഗത്തിൽ നടന്നു. ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഞാൻ. ആ എന്നെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ ഞാൻ ചെയ്തൊരു പ്രവൃത്തി എന്താണ്? നടന്നു. അതൊരു ആക്ഷനാണ്. നടന്നു, പ്രവൃത്തിയല്ലേ. ആ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ്. എങ്ങനെ നടന്നു? വേഗത്തിൽ നടന്നു. അപ്പോ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന വാക്കിന് അതിന് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയില്ല. അഡ്ജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ അത് വിശേഷിപ്പിക്കുന്ന ആരെ ആയിരിക്കണം? ഒരു നൗണിനെ ആയിരിക്കണം. ഇവിടെ നടന്നു എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് വിശേഷിപ്പിക്കുന്നത്. അത് എന്തല്ല, അഡ്ജക്റ്റീവ് അല്ല. അപ്പൊ നിങ്ങൾക്കൊരു സംശയം പെട്ടെന്ന് മനസ്സിൽ വരാം, ഈ അഡ്ജക്റ്റീവും നൗണും തമ്മിൽ മാറിപ്പോകില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. എല്ലാവർക്കും അല്ല, കുറച്ചു പേർക്ക്. ആ സംശയമുള്ളവരോട് ഞാൻ പറയാണ്, വെർബും അഡ്ജക്റ്റീവും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെർബിന് എപ്പോഴും 3 കാലങ്ങൾ പറയാൻ പറ്റും. ഓടുക, ഓടി, ഓടും. ചാടുക, ചാടി, ചാടും. നടക്കുക, നടന്നു, നടക്കും. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങും. ഇങ്ങനെ 3 കാലങ്ങൾ പറയാൻ പറ്റും വെർബിന്. നേരെ മറിച്ച് ഹൈറുന്നീസ, അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. കാരണം ഹൈറുന്നീസ എന്ന് പറഞ്ഞ ഒരു നൗണാണ്, ഒരു പേരാണ്. അതിന്റെ 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സുറുമി 3 കാലങ്ങൾ പറയാൻ പറ്റും? യെസ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ വെർബിന് എപ്പോഴും 3 ടെൻസ് നിൽക്കുന്നുണ്ടാവും. നൗണിന് ടെൻസ് ഉണ്ടാവില്ല. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഷീ ഈസ് എ ഗുഡ് ലേഡി. ലേഡി, സ്ത്രീ, അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? സ്ത്രീ,
സ്ത്രീയും മോളും ഒന്നും പറയാൻ പറ്റില്ല. യെസ്, കാരണം ഇറ്റ് ഇസ് എ നൗൺ. അത് നൗണാണ്. അങ്ങനെയുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞു, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ഒരു കാര്യം കൂടി എടുക്കേണ്ട. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ING വരുന്ന എല്ലാ വേർഡിനെയും നമ്മൾ എന്ത് പറഞ്ഞു? പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. നമുക്ക് ചോദ്യം വന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ING ചേർത്ത് വാക്ക് ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്ന വാക്ക് ഇവിടെ പറഞ്ഞ പോലെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. യെസ്, ഒന്നുകൂടി ഞാൻ പറയാം. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് ഞാൻ പറഞ്ഞു. ING ഉള്ള എല്ലാത്തിനെയും പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ആ ING ഉള്ള വേർഡ് എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു എക്സാമ്പിൾ പറയാം. സാർ, അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ING ഫോമിന്റെ കൂടെ എപ്പോഴും ഹാവ് ഓർ ഹാസ് ഹാഡ് വേണം നിർബന്ധമുണ്ടോ? ING ഫോമിന്റെ കൂടെ വരുന്നത് ഹാസ് ഹാഡ് വരുന്നത്. വെർബിന്റെ മൂന്നാമത്തെ ഫോമിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുമ്പോഴാണ് ഹാസ് ഹാവ്. യെസ്, അപ്പൊ ഞാൻ പറയാം. ഞാൻ വാചകം പറയാം. ഐ ഹാവ് എ ചാനൽ. എനിക്ക് എന്തുണ്ട്? ഒരു ചാനൽ ഉണ്ട്. ഐ ഹാവ്, എനിക്കുണ്ട്. എ ചാനൽ, ഒരു ചാനൽ ഉണ്ട്. ഞാൻ ആ ചാനൽ എന്ന് പറയുന്ന വേർഡിന്റെ തൊട്ട് മുന്നിൽ ഒരു വാക്ക് ചേർക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്റെ ചാനലിലൂടെ ഞാൻ പ്രക്ഷേപണം ചെയ്തത്. അപ്പൊ ഞാൻ എന്ത് പറയുന്നു? കുക്കിംഗ് എന്ന് വേർഡ് ചേർക്കുന്നു. COOKING. അപ്പൊ നോക്കി, കുക്ക് എന്നുള്ള വേർഡിന്റെ കൂടെ ഒരു ING കൂടി ഞാൻ ചേർത്തു. അപ്പൊ എന്തായി? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. ഇനി നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്കി. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. അപ്പൊ ചാനൽ എന്ന് പറയുന്ന ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് അടുത്തെടുക്കുന്നത് കുക്കിംഗ് ചാനൽ. എനിക്കൊരു ചാനൽ ഉണ്ട്. എങ്ങനെയുള്ള ചാനൽ? കുക്കിംഗ് ചാനലാണ്. യെസ്, ഓക്കെ. ഇന്നലെ ഞാനൊരു പുസ്തകം വായിച്ചു. അപ്പൊ ഞാൻ പറയും ഐ റെഡ് എ സ്റ്റോറി. ഓക്കെ നിഷ, ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഓക്കെ. സർ, ഇത് അപ്പോ വേർബ് അല്ലേ വരിക? കുക്കിംഗ് വേർഡ് അല്ലേ? അത് വെർബായിട്ട് വന്നോന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അതിന്റെ അടുത്ത് പറയുമ്പോൾ പറയാം. പ്രസന്റ് കണ്ടിന്യൂസോ പാസ്റ്റ് കണ്ടിന്യൂസോ ടെൻസിന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർവ് വെർബ് പ്ലസ് ING കൂടി വരുമ്പോഴാണ് അത് വെർബ് ആവും. ഓക്കെ, ഈസ് അല്ലെങ്കിൽ ആമൽ അത് അടുത്തത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് അതാണ് കേട്ടോ. അപ്പൊ ഇനി അത് അഡ്വാൻസ് ആയിട്ട് ചോദിച്ചതുകൊണ്ട് വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. വെർബ് അല്ല അത് ഉപയോഗിക്കുന്നത്. വെർബ് ആവുമായിരുന്നത് എങ്ങനെ വരണം? അതിന്റെ മുന്നിൽ ഈസ, ആമോ, ആറോ, വാസോ, വേറോ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെർബായി. നേരത്തെ ഇവിടെ ആരാണ് ഹൈമനീസ് വാചകം എഴുതി കാണിച്ചു. ഷീ ഈസ് സ്റ്റഡിയിങ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പൊ വെർബാണ്. ഷീ ഈസ് സ്റ്റഡിയിങ് കേട്ടാ. അപ്പൊ അത് വെർബായി. അപ്പോ ഈ ING ഉള്ള വേർഡ് ഇവിടെ നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വെർബായിട്ട് ഉപയോഗിക്കുന്ന കേസ് നമ്മൾ ഇത് കഴിയുമ്പോൾ ഞാൻ പറയും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ING ഉള്ള വേർഡ് നമ്മൾ എന്തായിട്ട് ഇപ്പൊ ലിനിയോട് പറഞ്ഞത് പറഞ്ഞോട്ടോ. കാരണം വെച്ചാൽ അത് പിന്നീട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ വരുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ING ഉള്ള വേർഡ് നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു, ഇന്നലെ ഞാൻ ഒരു സ്റ്റോറി വായിച്ചു. അപ്പൊ ഞാൻ പറയും ഐ റെഡ് എ സ്റ്റോറി. ഐ സബ്ജക്റ്റ്, റെഡ് RED തന്നെയാണ് സ്റ്റോറി. സ്റ്റോറി ഒരു കഥ, അതൊരു പേരല്ലേ കഥ. ആ കഥ എന്നുള്ള ആ വേർഡിന്റെ തൊട്ട് മുന്നിൽ ഞാൻ വേറൊരു വാക്കുകൂടി ചേർക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ING കൂടി ചേർത്ത്. ഇൻട്രസ്റ്റിംഗ്. ഐ റെഡ്, യെസ്, ഓക്കെ, ഹൈ റീസ, ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. കണ്ടാ? അപ്പൊ സ്റ്റോറി എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ളതാണ് സ്റ്റോറി? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി.
അപ്പൊ അത് സ്റ്റോറിയെ വിശേഷിപ്പിക്കണം. ഇൻട്രസ്റ്റിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നിങ്ങൾ അതുപോലെ നോക്കുക. ഒരു ING ഉള്ളൊരു വാക്ക് ഉപയോഗിക്കണം. അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അത് എന്തിനെ വിശേഷിപ്പിക്കണം? ഒരു നൗണിനെ വിശേഷിപ്പിക്കണം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ. ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഐ റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഒരു നൗണിനെ വിശേഷിപ്പിക്കും. ഇപ്പൊ നമുക്ക് നേരത്തെ ഇപ്പൊ ഹൈർമീസ പറഞ്ഞു, നമുക്ക് പറയാം. നേരത്തെ ഹൈർമീസ പറഞ്ഞ വാചകം ഞാൻ മാറ്റി പറയാം. ഐ സോ, ഞാൻ കണ്ടു. സം സിംഗിങ് ബേർഡ്സ്. സിംഗ് പാടുക, അതിന്റെ കൂടെ ING കൂടി ചേർത്ത്. സിംഗിങ് ബേർഡ്സ്. യെസ് യെസ്, സിംഗിങ് ബേർഡ്സ്. യെസ്, ഓക്കെ 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 ഓക്കെ. കുക്കിംഗ് ഫുഡ് ഈസ് മൈ ഹോബി. യെസ്. അപ്പൊ നമുക്ക് പറയാം ING ചേർക്കണം. പക്ഷെ അത് എന്തായിട്ട് ഉപയോഗിക്കണം? അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഓരോരുത്തരും മനസ്സിൽ ഓരോന്ന് കണ്ടുപിടിക്കും. ഒരു ING ചേർക്കണം ഒരു വാചകം, അത് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. യെസ്. അപ്പോ നിവ്യ ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ. നിവ്യക്ക് കിട്ടിയോ? കിട്ടിയില്ല സാർ. കിട്ടിയില്ല, ആലോചിച്ചോളൂ. സംഗീത കിട്ടിയോ? സംഗീത അമർത്തിയ ബട്ടൺ മാറിപ്പോയി തോന്നുന്നു. വിനീഷ കിട്ടിയോ? സാർ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. ഐ ഹാവ് എ ഡാൻസിങ് സ്കൂൾ. ഐ എന്ന് പറഞ്ഞു. ഹാവ് എ ഡാൻസിങ് സ്കൂൾ. വെരി ഗുഡ്, വെരി ഗുഡ്. പിടിച്ചുള്ള ഡാൻസിങ് സ്കൂൾ അല്ലെ? സിംഗിങ് വേർഡ് പോലെ ഐ ഹാവ് എ ഡാൻസ്. യെസ്. ഇപ്പൊ വേറെ ആളിപ്പോ നോക്കി വെച്ചായിരിക്കും പറയാനായിട്ട് അല്ലെ? അവിടെ ഒരു മിനിറ്റ്. സംഗീത എന്താ പറയുന്നത്? സാർ എന്റെ കട്ടായി പോയതാ, ഞാൻ പറയട്ടെ സാർ. പറഞ്ഞോളൂ. ഐ ഹാവ് കട്ടിംഗ് വെജിറ്റബിൾസ്. ഐ ഹാവ് കട്ടിംഗ് വെജിറ്റബിൾസ്. അവിടെ ചെറിയൊരു കേട്ടിട്ടുണ്ട്. ആ വെജിറ്റബിൾ മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു മിഷ്യൻ മിഷ്യൻ എന്ന് പറയും. വെജിറ്റബിൾ മിഷ്യൻ എന്ന് പറയും. ഐ ഹാവ് കട്ടിംഗ് വെജിറ്റബിൾ മെഷീൻ. അങ്ങനെ പറയണോ? ഐ ഹാവ് കട്ടിംഗ് മെഷീൻ. എനിക്കൊരു കട്ടിംഗ് മെഷീൻ വെജിറ്റബിൾ എന്നുള്ള പേര് അവിടെ നിന്ന് എടുത്തിട്ട് ആ കട്ടിങ്ങിന് മുമ്പ് എടുത്ത് പറഞ്ഞു. സാർ ഒന്നും കൂടെ പറയോ? എനിക്ക് ക്ലിയർ ആയില്ല. ആ വെജിറ്റബിൾ എന്ന് പറഞ്ഞ പേര് കട്ടിങ് എന്ന് പറയുന്ന പേരിന് മുന്നിൽ അതുണ്ട്. ഐ ഹാവ് വെജിറ്റബിൾ കട്ടിംഗ് മെഷീൻ. മെഷീൻ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കറക്റ്റ്. ജിനു, ഇത് ഈസ് ആ മാറ് വന്നത് നമ്മൾ അടുത്തയിലാണ് വരുന്നത്. അത് സംഗതി സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടല്ല, പക്ഷെ വെർബായിട്ടാണ്. അത് നമ്മൾ അടുത്തയിലാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഉപയോഗിക്കേണ്ടത് എന്തായിട്ടാണ്? അഡ്ജക്റ്റീവ് ആയിട്ട്. അഡ്ജക്റ്റീവ് നൗണിനെ വിശേഷിപ്പിക്കണം. സർ ഞാൻ പറയട്ടെ. I spoke with interesting students. Talked with interesting students. Okay. Spoke. Correct. സ്റ്റുഡന്റിനെ വിശേഷിപ്പിക്കുക. എങ്ങനെയുള്ള സ്റ്റുഡന്റ്? Yes. Okay. Yes. Okay, Harnisa. Sunmi പറഞ്ഞോളൂ. I cut with a sharpening knife. I cut with Sharpening. മൂർച്ചയുള്ള ഷാർപ്പനിങ് നൈഫ്. അതെ, ഷാർപ്പനിങ് നാഫ് എന്ന് പറയുന്നത് ഷാർപ്പൻഡ് നാഫാണ് കറക്റ്റ്. SHARPNED. അപ്പൊ ഷാർപ്പനിങ് ഷാർപ്പനിങ് നൈഫ് ഉദ്ദേശിച്ചാണ് കത്തി. ഓക്കെ, മനസ്സിലായി. സാർ അപ്പൊ അവിടെ രണ്ട് വേർഡ് വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഇല്ലേ? വേർഡാണ്
ആ രണ്ടും വേർബല്ലേ അപ്പൊ അവിടെ യെസ് അതെ ഒന്നുകൂടി അതവിടെ ചെയ്യാൻ വേണ്ടിയില്ല സുഖാവണില്ല. ഓക്കെ ഓക്കെ ഷാർപ്പൻഡ് SHARPNED ഷാർപ്പൻഡ് നൈഫ് മൂർച്ചയുള്ള കത്തി അത് കറക്റ്റാണ്. ഷാർപ്പനിങ് നൈഫ് എന്ന് പറയുമ്പോൾ അതോടൊരു യോജിപ്പില്ലായ്മയുണ്ട്. ഒന്നുകൂടി ആലോചിക്കും. ഓക്കെ നിഷ സമത് പറഞ്ഞു. I have seen a group of playing children. I have seen a group of Playing children. playing children. Playing children. Okay. Yes. I have. Sir, ഞാൻ പറയാം. Soumya, correct. I have teaching experience. Very good example. Soumya. Set. Very ഞാൻ good. പറയാം. Water was cold. ഞാൻ വരാം. അബീന പറഞ്ഞോളൂ. I watched an entertaining film. I watched. Watched an entertaining film. Very good. I watched an entertaining film. She has a, Okay. ഫിലിം എന്നുള്ള വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള ഫിലിം? എന്റർടൈനിങ് ഫിലിം. ഓക്കെ അടുത്ത പറഞ്ഞോളൂ അബീന. she has a soothing voice. Okay, correct. Very good. Yes, I am Nisha. No. The running water was. സെന്റൻസ് ഒരു അർത്ഥമായിട്ടാണ് ഫിനിഷ് ചെയ്യും. നമ്മൾ ഒരു ഫിനിഷ് ആക്കാം. റണ്ണിങ് വാട്ടർ കറക്റ്റ് ആണ്, പക്ഷെ അത് ഒരു സെന്റൻസ് ആക്കിയിട്ട് ഒരർത്ഥം കംപ്ലീറ്റ് ആക്കും. സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയത് മെയിൻ ക്ലോസ് ആവും. ജിനു അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ഹാവ് കഴിഞ്ഞു കഴിഞ്ഞാല് ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ജിനു ഉദ്ദേശിച്ചത് എന്താണ്? ഐ ഹാവ് ഈറ്റൺ ഫുഡ് കറക്റ്റ് ആണ്. ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഐ ഹാവ് ഈറ്റൺ എന്ന് വരുള്ളൂ അവിടെ കറക്റ്റ്. ഈറ്റിംഗ് ഫുഡ് അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. ഈറ്റിംഗ് ഫുഡ് ഈസ് മൈ ഹോബി. അപ്പൊ കറക്റ്റ്. ഭക്ഷണം കഴിപ്പ് എന്റെ ഒരു ഹോബിയാണ്. അത് കറക്റ്റ്. ഈറ്റിംഗ് ഫുഡ് ഈസ് മൈ ഹോബി. ഫുഡിനെ വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള ഫുഡ്? കഴിക്കുന്ന ഫുഡ്. ഈറ്റിംഗ് ഫുഡ്. യെസ്. ഓക്കെ. നിങ്ങളൊന്ന് ആലോചിക്കുക. ആ നൗൺ നമുക്ക് ഉപയോഗിക്കുന്ന ING ചേർത്ത വേർഡ് വിശേഷിപ്പിക്കേണ്ട രീതിയിലാണ് ഒരു നൗണിനെയാണ്. അതെപ്പോഴും മനസ്സിൽ വരും. നൗണിനെ വിശേഷിപ്പിക്കുക. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നു, ഞാനൊരു വാർത്ത കേട്ടു. ഐ ഹേർഡ് എ ന്യൂസ്. ഞാനൊരു വാർത്ത കേട്ടു. ഞാൻ അതിനെ ആ ന്യൂസിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ന്യൂസാണ് കേട്ടത്? വളരെ അത്ഭുതകരമായ ഒരു ന്യൂസാണ് കേട്ടത്. ഐ ഹേർഡ് എ സർപ്രൈസിംഗ് ന്യൂസ്. അല്ല, സർപ്രൈസ് അത്ഭുതം. അതിലൂടെ ING. ഐ ഹേർഡ് എ സർപ്രൈസിംഗ് ന്യൂസ്. സർപ്രൈസിംഗ് ന്യൂസ് ആണ് ഞാൻ കേട്ടത്. ഞാൻ നടന്നു പോകുന്നു, വഴിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നു. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം ഐ സോ, ഞാൻ കണ്ടു, എ ഗേൾ, ഒരു പെൺകുട്ടിയെ കണ്ടു. ആ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്. ഞാൻ ആ ഗേളിന്റെ തൊട്ട് മുന്നിൽ ഒരു വേർഡ് കൂടി ചേർക്കുകയാണ്. ചാമിങ്, സുന്ദരിയായിരുന്നു. ഐ സോ എ ചാമിങ് ഗേൾ. ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം എന്താ ING ഇല്ല. ബ്യൂട്ടിഫുൾ പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ ING ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവൂല. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവണമെങ്കിൽ അതിന്റെ കൂടെ ING വേണം. അപ്പൊ നമുക്ക് പറയാം ഐ സോ എ ചാമിങ് ഗേൾ. ഞാൻ ആരെയാ കണ്ടത്? ഒരു ചാമിങ് ആയിട്ടുള്ള പെൺകുട്ടിയെ കണ്ടു. യെസ്. അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ? എല്ലാ വേർഡിന്റെ കൂടെ ING ചേർക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ ഇതിന്? ഈ പ്രസന്റ് ടെൻസിലുള്ള ഏതിന്റെ കൂടെ നമുക്ക് ING ചേർക്കാം. പ്രസന്റ് ടെൻസിലുള്ള ഏത് വേർഡിന്റെ കൂടെ ING ചേർക്കാം. അങ്ങനെ ചേർക്കുന്ന വേർഡ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത് വേറെ മോഡലാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അത് പറയാം. ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവ് മാത്രം നേരത്തെ ലിനി ചോദിച്ചത് നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് പറയാം. സർ ഞാൻ പറയട്ടെ? ഓക്കെ, സുമി കറക്റ്റ് ആണ്. സഫീദ പറഞ്ഞു. ഐ സോ മൈൻഡ് ബ്ലോയിങ് വാട്ടർഫാൾ. ഐ സോ മൈൻഡ് ബ്ലോയിങ് വാട്ടർഫാൾസ്. യെസ്. ഓക്കെ. യെസ്.
Realizing my mistake was the very heart touching. Realizing. My mistake was very heart touching. Yes, very good, very good. Realizing the mistake. Yes. Okay. Mistake വിശേഷിപ്പിക്കുക. Okay. Yes. പിന്നെ ഒന്നുകൂടി ഉണ്ട്. I have bike traveling the school. I have Bike traveling the school. അവിടെ ചെറിയൊരു കല്ല് കടിക്കുന്നുണ്ട്. I have a bike to travel അല്ലെങ്കിൽ for traveling to school. അപ്പൊ അവിടെ അത് കറക്റ്റ് ആയിട്ടില്ല. അവിടെ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. I have a talking girl. Oh, very good. I have very fast going two-wheeler. Yes, fast going. Very good. Yes. Sir, Singing song is very beautiful. Very useful. Singing song. പാട്ട് പാടുന്നത് is very beautiful. എനിക്കിത് ക്ലിയർ ആയിട്ടില്ല. അതൊന്നുകൂടി പറഞ്ഞു തരുമോ അജിജീവ് എങ്ങനെയാ ചേർക്കേണ്ടത്? ഇത് ക്ലിയർ ആയിട്ടില്ല. Okay. ഈ വേറെ ആരെങ്കിലും ഉണ്ടോ ക്ലിയർ ആവുന്നത്? യെസ്. ഓക്കെ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടിയില്ല ജിനു. സർ ക്ലിയർ ആയി. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട്. എന്താ വെച്ചാല് ഈ എല്ലാ വേർഡിനും നമുക്ക് ഈ ING ചേർക്കാൻ പറ്റുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ വരുന്നേന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞ. അതായത് ഇപ്പൊ സുറുമി പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ ഷാർപ്പനിങ് നൈഫ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ചില വേർഡ്സിന് അങ്ങനെ ചേർക്കുമ്പോ രണ്ട് വേർഡ് പോലെ ഫീൽ ചെയ്യുന്നു. അതെന്തുകൊണ്ടാന്നുള്ള ഒരു അതെന്താ പറ്റാത്തെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒക്കെ മാറ്റിട്ട് വരും. പറയുന്ന രീതിയില്ലേ. ഇപ്പൊ നമുക്ക് പറയാം ഷാർപ്പനിങ് നൈഫ് ഈസ് മൈ ഹോബി. അത് കറക്റ്റാണ്. കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് എന്റെ ഹോബിയാണ്. ഞാൻ ഒരു മൂർച്ചയുള്ള കത്തി കണ്ടു. ഐ സോ എ ഷാർപ്പൻഡ് നൈഫാണ്. ഷാർപ്പനിങ് നൈഫ് എന്ന് പറയില്ല. ഓക്കെ. ഇപ്പോ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓടുക, ഓട്. അപ്പൊ അതിന് 3 കാലങ്ങൾ. ഓട്ടം എന്നുള്ളൊരു 3 കാലങ്ങൾ പറയാൻ പറ്റും. അതിന് 3 കാലങ്ങളിൽ അത് നൗണാണ്. പുക എന്നുള്ളത് അവസാനിക്കുമ്പോഴാണ് വെർബാവുള്ളൂ. നടക്കുക വെർബാണ്. നടക്കുക, നടന്നു, നടക്കും. നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൗണാണ്. യെസ്, ഓർത്തിരിക്കുക. നടത്തം എന്ന് പറഞ്ഞ വാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൗണാണ്. അപ്പൊ ചില വാക്കുകളുടെ നൗൺ കിട്ടാൻ വേണ്ടിയിട്ട് ING ആക്കാൻ മതി. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. അപ്പൊ അത് പറയുമ്പോൾ ഡിസൈഡ് തീരുമാനിക്കുക. തീരുമാനിക്കുക എന്നുള്ളതിന് പകരം തീരുമാനം എന്നാണെങ്കിൽ അത് നൗണാണ്. അപ്പൊ എന്ത് പറയും? ഡിസിഷൻ. ജമ്പ് ചാടുക. ചാട്ടം എന്നാണെങ്കിലോ ജമ്പിങ്. അപ്പൊ ചില വാക്കുകളുടെ കൂടെ ING ചേർക്കുമ്പോൾ അത് നൗൺ ആയിട്ട് മാറും. ചില വാക്കുകൾക്ക് സെപ്പറേറ്റ് ഒരു നൗൺ ഉണ്ടാവും. ഡിസൈഡ് പറഞ്ഞപ്പോ ഡിസൈഡിങ് അല്ല, ഡിസിഷൻ. അതാണ് അതിന്റെ നൗൺ. ഓക്കെ. അത് വാക്കിംഗ്, ഡെയിലി വാക്കിംഗ് ഈസ് മൈ എക്സസൈസ് എന്ന് പറയുമ്പോ അവിടെ വാക്കിംഗ് എന്നുള്ളത് നൗൺ ആണ് അല്ലേ? നൗണാണ്. ഓക്കെ. യെസ്. അപ്പൊ ജിനു നമുക്കൊന്നുകൂടി പറയാം. മനസ്സിലാകാത്തവർ ഒന്നുകൂടി ശ്രദ്ധിച്ചേക്ക്. സംശയമൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ പിടികിട്ടിയല്ലോ? ING ചേർത്തുള്ളതിനാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ആ ING ചേർത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഏതെങ്കിലും ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോ ജിനു ഒരു വാക്ക് പറയുന്നത് ജമ്പ്, ചാടുക. അതിന്റെ കൂടെ ജമ്പി ING ചേർത്തു. ആ ജമ്പി ചെയ്യുന്ന ആരാണ്? ഒരു ഡോൾ ഉണ്ട് ജിനു മേടിച്ചത്. അത് ചാടുന്ന പാവയാണ്. അപ്പൊ നമുക്കെന്ത് പറയാം? ജമ്പിങ് ഡോൾ. ഡോള് നൗണാണ്, പാവ. ആ നൗണിനെ വിശേഷിപ്പിക്കുകയാണ് എന്ത്? ജമ്പിങ് ഡോൾ. യെസ്. അപ്പൊ നമുക്കെന്ത് പറയാം? ഐ ഹാവ്, എനിക്കുണ്ട്, എ ജമ്പിങ് ഡോൾ, ചാടുന്ന പാവയുണ്ട്. ഇപ്പൊ ജിനു വാങ്ങിച്ചിരിക്കുന്ന പാവ DINC ഡാൻസ്. അതിന്റെ കൂടെ നമ്മൾ ING ചെയ്തു ഡാൻസിങ്. ജിനു വാങ്ങിയിരിക്കുന്ന പാവ
ഡാൻസ് ചെയ്യുന്ന ഭാവയാണ്. അപ്പൊ എന്ത് പറയാം? ഐ ഹാവ് എ ഡാൻസിങ് ഡോൾ. ഡാൻസിങ്. അപ്പൊ ഡോളിനെ വിശേഷിപ്പിക്കാൻ എങ്ങനെയുള്ളതാണ്? ഡാൻസ് ചെയ്യുന്ന ഡോൾ. യെസ്. സ്ട്രെച്ചിങ് ബൈ ബോഡി. ഓക്കെ. യെസ്. ഇനി നമുക്ക് അടുത്ത വേറെ ഒരെണ്ണം പറയുന്നത് എന്ത് കാര്യം ജിനു ഒരു സെന്റൻസ് പറഞ്ഞു, ഇഷ്ടമുള്ളൊരു വാചകം പറഞ്ഞു. ജിനു ഇഷ്ടമുള്ളൊരു വാചകം, ഇതൊന്നും അയ്യഞ്ചൊന്നും ചേർക്കണം, വെറുതെ ഒരു വാചകം പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞാൽ മതിയാ? മലയാളത്തിൽ പറഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡ് കഴിക്കൽ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? ഈറ്റിംഗ് ഫുഡ് അല്ലെ? ഈറ്റിംഗ് ഫുഡ്. ഫുഡ് കഴിക്കൽ. ആകുന്നു. ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കൽ ഇഷ്ടമാകുന്നു എന്നാണ് ശരിക്കും. നമ്മളിപ്പോ പറയുമ്പോ ആണെന്നാണ് പറയുന്നത്, ആകുന്നു കറക്റ്റ് പറയുമ്പോ. ഇല എന്ന് നമ്മൾ പറയും, എഴുതുമ്പോ നമ്മൾ എന്ത് എഴുതും? ഇല എന്ന് എഴുതും ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാകുന്നു എന്നാണ്. ആ ആകുന്നു എന്നുള്ള ഒരു വേർഡ് ചേർക്കണം. അത് ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആ, അല്ലെങ്കിൽ ആറ്. ഇത് ഏതെങ്കിലും ഒന്ന്. അപ്പോ ഈറ്റിംഗ് ഫുഡ് ഈസ് മൈ ഹോബി. എന്റെ ഹോബിയാണ്. യെസ്. ഇനി നഖം വെട്ടുന്നത് ഇഷ്ടമാണോ? അപ്പൊ അത് പറയാം കട്ടിംഗ് നെയിൽ. കട്ടിംഗ് നെയിൽ ഈസ് ഡൺ വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നു. കട്ടിംഗ് നെയിൽ ഈസ് ഡൺ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത്. യെസ്. ഇനി വേറൊരു വാചകം പറയാം. അപ്പൊ അവിടെ കട്ടിങ് വെർബായിട്ടല്ല വരുന്നത്, കട്ടിങ് നെയില് അല്ല. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആകുമല്ല. അപ്പൊ ഇതിൽ ING അല്ലാതെ നമ്മൾ പറയുന്നത് ഈ പാർട്ടിസിപ്പിൾ ആയിട്ട് വരില്ല അല്ലെ? ഇപ്പൊ ഐ സോ എ ഫെന്റാസ്റ്റിക് മൂവി എന്നൊക്കെ പറയുമ്പോ അത് ഇതായിട്ട് വരില്ല അല്ലെ, പാർട്ടിസിപ്പിൾ ആയിട്ട് വരില്ല. നൗൺ ഫ്രേസ് പറഞ്ഞ സംഖ്യയാണ്. ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ സുറുമിയുടെ കണ്ണുകളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഐസ് ആർ ബ്യൂട്ടിഫുൾ. കണ്ണുകൾ മനോഹരമാണ്. ഇനി ഞാൻ ആ ഐസ് എന്നുള്ളതിന്റെ തൊട്ട് മുന്നിൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു വേർഡ് കൂടി ചേർത്ത്, ബ്ലൂ ഐസ് ആർ ബ്യൂട്ടിഫുൾ. നീല കണ്ണുകൾ മനോഹരമാണ്. ആ ബ്ലൂ എന്നുള്ളതിന്റെ തൊട്ട് മുന്നിൽ ഞാൻ വേറൊരു വാക്ക് കൂടി ചേർക്കുകയാണ്, ലാർജ്. ലാർജ് ബ്ലൂ ഐസ്. അപ്പൊ ഈ ഐസ് എന്ന് പറയുന്ന വേർഡിനെ വിശേഷിപ്പിക്കുന്ന രണ്ട് വാക്കുകൂടി ഇപ്പുറത്ത് വന്നില്ലേ? അതുപോലെ ഫുഡ് കഴിക്കുക എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന സംഗതി അപ്പുറത്ത് വന്നതാണ്. ഫുഡിനെ വിശേഷിപ്പിക്കാൻ കഴിക്കുന്ന ഫുഡ്, ഈറ്റിംഗ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കൽ, നൗണായിട്ടുള്ള ഫുഡ് കഴിക്കൽ ഈസ് മൈ ഹോബി. യെസ്. നമുക്ക് ഇനി അടുത്തോട്ട് വരാം. ജിനു, രാവിലെ എന്താ കഴിച്ചത്? രാവിലെ കഞ്ഞി. കഞ്ഞി കുടിച്ചു. അപ്പൊ നമുക്ക് തൽക്കാലം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പുട്ടാക്കാം. സ്റ്റീം കേക്ക് എന്നാണ് പുട്ടിന്റെ ഇംഗ്ലീഷ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും. രാവിലെ ഞാൻ ഫുഡ് അല്ല പുട്ട് കഴിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞു രാവിലെ വേണ്ട, ഞാൻ പുട്ട് കഴിച്ചു, അത്രയും മതി. I have eating സ്റ്റീം കേക്ക്. സ്റ്റീം കേക്ക് അല്ലേ? യെസ്. നോക്കാം അവിടെ നിൽക്കട്ടെ കേട്ടാ. ഓക്കെ സുഖി. യെസ്. അപ്പൊ സെയിം ഡിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആ ജിനു പറഞ്ഞു ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യണം. I ate steam cake in the morning. ഒന്നുകൂടി എഡിറ്റ് ചെയ്തു. In the morning, I ate steam cake. രാവിലെ ഞാൻ എന്ത് കഴിച്ചു? പുട്ട് കഴിച്ചു. ആ പുട്ട് എന്നുള്ളതിനെ നമ്മളൊന്ന് വിശേഷിപ്പിച്ച്
ഒരു അയ്യഞ്ചുള്ള വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിച്ച് ആർക്കൊക്കെ ഉപയോഗിക്കട്ടെ. ജിനുടെ ആർക്കും സഹായിക്കാം. യെസ്, ടേസ്റ്റിംഗ് ഫുഡ് എന്ന് പറയൂല, ടേസ്റ്റി ഫുഡ് എന്നല്ലേ പറയുള്ളൂ ബിനീഷ. ആ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റി ഫുഡ്, ടേസ്റ്റി. യെസ്, ആ ഫുഡിനെ വിശേഷിപ്പിക്കാവുന്ന അയ്യഞ്ചുള്ളൊരു വേർഡ് കണ്ടുപിടിക്കും. സർ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറഞ്ഞ. ഞാൻ രാവിലെ പുട്ട് കഴിച്ചു. ആ പുട്ടിനൊന്ന് വിശേഷിപ്പിക്കണം. അയ്യഞ്ചുള്ള വേർഡ് ഉപയോഗിച്ച് പുട്ടിനൊന്ന് വിശേഷിപ്പിക്കണം. അബീന, നമുക്ക് ആ സോഫ്റ്റനിങ് ഫുഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സോഫ്റ്റ് ഫുഡ് എന്നല്ലേ കറക്റ്റ് പറയുള്ളൂ? ഐ ഏറ്റ് എ സോഫ്റ്റ് ഫുഡ് അതല്ലേ കറക്റ്റ്? യെസ്, സോഫ്റ്റ്. പറഞ്ഞോളൂ. അയ്യഞ്ചുള്ള വാക്കായിരിക്കണം കൂട്ടിലൊന്ന് വിശേഷിപ്പിക്കുക. സോഫ്റ്റിംഗ് ഫുഡ് എന്ന് പറയില്ല, സോഫ്റ്റ് ഫുഡ് എന്നാ പറയുള്ളൂ. ശരിയല്ലേ? യെസ്, കിട്ടുന്നില്ല സാറേ. ബാക്കിയുള്ളവർ ആരെങ്കിലും നമ്മുടെ അതിനെ നമുക്ക് വറുത്ത പുട്ടാക്കി മാറ്റിയാലോ? റോസ്റ്റിംഗ് ഫുഡ്. റോസ്റ്റിംഗ് ഫുഡ് എന്ന് പറയുമോ റോസ്റ്റഡ് ഫുഡ് എന്ന് പറയും? ഏതാണ് കറക്റ്റ്? ഐ ഹാഡ് എ ഗുഡ് ടേസ്റ്റ്. റോസ്റ്റഡ് ആണെന്ന് നിങ്ങൾ കടയിൽ നിന്ന് പുട്ടുപൊടി മേടിക്കുമ്പോ റോസ്റ്റഡ് ഫുഡ് റോസ്റ്റിംഗ് ഉണ്ടാവുമല്ലോ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റോസ്റ്റിംഗ്. റോസ്റ്റിംഗിന് അത് ഉപയോഗിക്കാം, ബട്ട് ഇറ്റ് ഈസ് എ റോസ്റ്റഡ് ഫുഡ് എന്നായിരിക്കും. യെസ്, യെസ്. വെറ്റിംഗ് വേണോ വെറ്റെന്ന് വേണോ? അപ്പൊ അതിനെ ഓക്കെ അതിലേക്ക് ഞാൻ വരുന്നതിന് ഒരു കാര്യം ഞാൻ പറയാം. വെറ്റ് മതി. യെസ്, ഓക്കെ. ഒരു കാര്യം നമ്മൾ പറയാം. ഇംഗ്ലീഷില് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഗതി. പാർട്സ് ഓഫ് സ്പീച്ച്, പാർട്സ് എന്ന് പറഞ്ഞാല് ഭാഗങ്ങൾ, സ്പീച്ച് എന്ന് പറഞ്ഞാല് സംസാരം. അപ്പൊ ഈ സംസാരത്തിന്റെ ഭാഗങ്ങളായിട്ട് പല തിരിച്ചിട്ടുണ്ട്. അതില് നൗൺ ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, വെർബ് ഉണ്ട്, ആഡ്വർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്. Our English teacher is also. യെസ്, അതിന് പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ നമ്മൾ അതിപ്പോ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് ഓരോ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ അഡ്ജക്റ്റീവ് ഏതാണ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എങ്ങനെ ഇരിക്കും. അതിനോടൊപ്പം തന്നെ കോക്കനട്ട് മിക്സിംഗ്. ഓ സൗമ്യ, വെരി ഗുഡ്. യെസ്, അഡ്ജക്റ്റീവ് എങ്ങനെ ഇരിക്കും, വെർബ് എങ്ങനെ ഇരിക്കും, നൗൺ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അപ്പൊ നിഷ്കളങ്കനായ എന്നുള്ളതിന് ഇന്നസെന്റ് എന്നാണ് പേര്. ഇന്നസെന്റ് എന്നൊരു അഡ്ജക്റ്റീവാണ്. ഐ സോ ആൻ ഇന്നസെന്റ് മാൻ. യെസ്, ഇനി നിഷ്കളങ്കനായ എന്നുള്ളതിന് പകരം നിഷ്കളങ്കത എന്നാണെങ്കിൽ എന്ന് പറയുന്നത് ഇന്നസെൻസ്. യെസ്, അപ്പൊ നിഷ്കളങ്കനായ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വരുന്നത് ഒരു നൗണിന്റെ കൂടെ. പക്ഷെ നിഷ്കളങ്കത എന്ന് പറയുന്ന നൗൺ നിൽക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്. യെസ്, അപ്പൊ നൗണിന് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അഡ്ജക്റ്റീവ് എപ്പോഴും ഒരു നൗണിനോട് ചേർന്ന് നിൽക്കും. യെസ്, സ്റ്റീമിങ്. യെസ്, സ്റ്റീമിങ്, സ്റ്റീം കേക്കാ. സ്റ്റീം ഇത് നമുക്കൊരു
എന്താ പറയാ ഇന്ത്യൻ ഫുഡാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അവിടെ പറഞ്ഞത് സൂചിപ്പിച്ചത് സ്റ്റീം കേക്ക് എന്നാണ് പറഞ്ഞത്. സ്റ്റീം കേക്ക്. ആ സ്റ്റീം കേക്കിനെ വിശേഷിപ്പിക്കുന്ന വേറൊരു പേര് പറയും. അപ്പൊ ജിനു, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ റൈസ് കേക്ക് പറ്റൂല സാർ? റൈസ് കേക്ക്. റൈസ് കേക്കാ? സ്റ്റീമിങ് കേക്കിന് മറ്റൊരു പേര് പറയാമോ? കേക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ബേക്കിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അല്ല, പുട്ടിന്റെ പേരല്ലേ നമ്മൾ സ്റ്റീം കേക്ക് എന്നല്ലേ പറയാ പുട്ടിന്? അതിന് പകരം റൈസ് കേക്ക് എന്ന് പറയാവോന്ന് ചോദിക്കുന്നേ. റൈസ് കേക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അവിടെ നമ്മൾ ഈ പറഞ്ഞ നിയമം വരുന്നില്ല. ഈ നിയമം ING വരുന്നില്ല. അല്ല, സ്റ്റീമിംഗ് റൈസ് കേക്ക് നാക്കണം. സ്റ്റീം കേക്ക് നാക്കിന് പകരം സ്റ്റീമിംഗ് റൈസ് കേക്ക് നാക്കാവോ? ഈറ്റിംഗ് എന്നുള്ളതിന് പകരം മാറ്റണം. എയ്റ്റ് എന്നുള്ള പേര് അവിടെ മാറ്റേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ റാസ്മിനോട് പറഞ്ഞത്, സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റണം. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ മാറ്റാം? ഞാൻ ഒരു പെൺകുട്ടി സ്റ്റീമിംഗ് കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടു എന്നല്ല. അപ്പൊ കറക്റ്റായി. ഐ സോ എ ഗേൾ മേക്കിംഗ് സ്റ്റീമിംഗ് റൈസ് കേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റേണ്ടി വരും ചിലപ്പോൾ. യെസ്, അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജിനു ജോസ്, പഠിക്കണ്ട, വി ആർ ഓൾവേസ് വിത്ത് യു. ജിനുവിനെ ഇത് പഠിപ്പിക്കും. അതുകൊണ്ട് സമയമായതുകൊണ്ട് നിർത്തുകയാണ്. അതോടൊപ്പം നമ്മളും പഠിക്കും. ഓക്കെ ഓക്കെ, നിങ്ങൾ വെരി ഗുഡ്. അപ്പൊ ക്ലോസ് ചെയ്തോട്ടെ. സൈനിങ് ഓഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. സാർ താങ്ക് യു സാർ.